Peace be upon you. You're watching a video from Yaqeen Institute from Youth Conversation. For more, please stay tuned. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. എന്റെ അടിമകൾ എന്നെക്കുറിച്ച് താങ്കളോട് ചോദിക്കുന്ന പക്ഷം വിളിക്കുന്നവന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഞാനിതാ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്നവരോട് പറഞ്ഞേക്കുക. അവരെന്നോട് തന്നെ ചോദിക്കട്ടെ, എന്നിൽ വിശ്വാസമർപ്പിക്കട്ടെ, അവർ സന്മാർഗം കണ്ടെത്തിയേക്കും. أحل لكم ليلة الصيام الرفث إلى نسائكم هن لباس لكم وأنتم لباس لهن. നോമ്പുകാല രാവുകളിൽ നിങ്ങൾക്ക് സ്ത്രീ സംസർഗമാകാം. അവർ നിങ്ങൾക്കും നിങ്ങൾ അവർക്കും വസ്ത്രങ്ങളാണ്. علم الله أنكم كنتم تختانون أنفسكم فتاب عليكم وعفى عنكم فالآن باشروهن وابتغوا ما كتب الله لكم. നിങ്ങൾക്ക് ഒരു വേള ആത്മവഞ്ചന ചെയ്യേണ്ടി വന്നതിനെക്കുറിച്ച് അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. എങ്കിലും അതവൻ പൊറുക്കുകയും വിട്ടുവീഴ്ച നൽകുകയും ചെയ്തിരിക്കുന്നു. ഇനി അങ്ങോട്ട് നിങ്ങൾ ഭാര്യമാരുമായി സംസർഗത്തിൽ ഏർപ്പെടുകയും അള്ളാഹു നിങ്ങൾക്കായി വിധിച്ചത് താംക്ഷിക്കുകയും ചെയ്തുകൊള്ളുവിൻ. وكلوا واشربوا حتى يتبين لكم الخيط الأبيض من الخيط الأسود من الفجر ثم أتموا الصيام إلى الليل. രാവിന്റെ ഇരുണ്ട നൂലിൽ നിന്ന് പുലരിയുടെ വെള്ളനൂൽ വെളിവാകും വരെ നിങ്ങൾക്ക് കുടിക്കുകയും ഭുജിക്കുകയും ചെയ്യാം. പിന്നെ രാത്രി വരെ വ്രതം പൂർത്തിയാക്കണം. ولا تباشروهن وأنتم عاكفون في المساجد تلك حدود الله فلا تقربوها كذلك يبين الله آياته للناس لعلهم يتقون. എന്നാൽ മസ്ജിദുകളിൽ ഭജനമിരിക്കവേ നിങ്ങൾ സ്ത്രീകളെ സമീപിച്ചേക്കരുത്. ഇതൊക്കെയും അള്ളാഹുവിന്റെ അതിർവരമ്പുകളാകുന്നു. അവയോടടുത്തേക്കരുത്. ഇപ്രകാരം അള്ളാഹു തന്റെ ദൃഷ്ടാന്തങ്ങൾ മനുഷ്യർക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. അവർ സൂക്ഷ്മാലുക്കളായേക്കാം. പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ അൽ ബഖറയിലെ 186, 187 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പതിവാക്കി പോന്ന അന്നപാന രീതികളെ ബോധപൂർവം ഒരു മാസത്തേക്ക്, അതിപ്പോ ദിവസത്തിന്റെ പകുതി നേരത്തേക്കാണെങ്കിൽ പോലും ഉപേക്ഷിക്കുക എന്നത് ഒരു വെല്ലുവിളി തന്നെയാണ്. സിരകളിലും നാഡീവ്യൂഹങ്ങളിലും മാത്രമല്ല, തലച്ചോറിലെ ന്യൂറോ കെമിക്കൽ റിയാക്ഷൻസിൽ പോലും ഒരു പക്ഷേ അത് ആന്തോളനങ്ങൾ ഉണ്ടാക്കിയെന്നിരിക്കും. ശീലങ്ങളെ അറുത്തെറിയേണ്ടവനാണ് മുഅ്മിൻ, പതിവില്ലാത്തവയെ ശീലമാക്കേണ്ടവനും. അതിനുവേണ്ടി എന്തേത് ദുരിതപർവങ്ങളെയും താണ്ടാൻ അവൻ ദേഹം കൊണ്ടും ദേഹി കൊണ്ടും ഒരുങ്ങിയിരിക്കണം. ആ തയ്യാറെടുപ്പുകൾക്കിടയിലാണ് അല്ലാഹു പറയുന്നത്, വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എന്റെ ദാസൻ എന്നെ അന്വേഷിക്കുമ്പോഴെല്ലാം ഞാൻ അവന്റെ ചാരത്ത് തന്നെയുണ്ട് എന്ന് അവൻ അറിയണം, അവൻ അനുഭവിക്കണം. വിളിക്കുന്നവന്റെ ചാരത്ത് തന്നെയാണ് അള്ളാഹു ഉള്ളത്, എല്ലാറ്റിനും ഉത്തരമേകിക്കൊണ്ട്. എന്തൊരു വാത്സല്യം, എന്തൊരു ലാളിത്യം, എന്തൊരു മാർദ്ദവം, എന്തൊരു സൗഹൃദം. ഇതിന്റെ മുമ്പിൽ ഉപവാസത്തിന്റെയും നിരാഹാരത്തിന്റെയും വ്രതത്തിന്റെയും പ്രയാസങ്ങളെവിടെ? ഈ സ്നേഹത്തിന്റെയും കരുതലിന്റെയും സൗഹൃദ തണലിൽ ഏതനുഷ്ഠാനത്തിനാണ് പ്രയാസമുണ്ടാവുക? പ്രത്യുത ആയത്തിന്റെ ഓരോ വാക്കുകളിലും അക്ഷരങ്ങളിൽ പോലും ഈ സ്നേഹവാത്സല്യം തുളുമ്പി നിൽക്കുന്നത് നമുക്ക് കാണാം. തന്നിലേക്ക് ചേർത്തുകൊണ്ട് ഇബാദി, എന്റെ അടിമകൾ എന്നാണ് പ്രയോഗം. താങ്കളോട് എന്നെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ ഇങ്ങനെ ഉത്തരം പറഞ്ഞോളൂ എന്ന് റസൂലിനെ പറഞ്ഞ് ഏൽപ്പിക്കുന്നതിന് പകരം ഉത്തരം അള്ളാഹു തന്നെ സ്വയം പറയുന്നതായിട്ടാണ് നാം കാണുന്നത്. പ്രാർത്ഥനകൾ ഞാൻ കേൾക്കുന്നുണ്ടെന്നുമല്ല അള്ളാഹ് പറഞ്ഞത്, മറിച്ച് ഞാൻ അവയെ ഗൗരവപൂർവ്വം കാണുകയും പ്രതിവിധി നൽകുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. എന്നോട് അർത്ഥിക്കുമ്പോഴെല്ലാം ഞാൻ അവരോട് പ്രതിവചിച്ചിരിക്കും. ബധിര കർണപുടങ്ങളിലല്ല നമ്മുടെ പ്രാർത്ഥനകളും അർത്ഥനകളും രോദനങ്ങളും ആവലാദികളും സങ്കടപ്പെരുമഴയും നോവിന്റെ കുത്തൊഴുക്കും വിരഹത്തിന്റെ നീറ്റലുമെല്ലാം ചെന്ന് പതിക്കുന്നത്. മറിച്ച് കാതോർത്ത് കാത്തിരിക്കുന്നവന്റെ സവിധത്തിലേക്കാണത് കടന്നു ചെല്ലുന്നത്. ഏതൊരാളും കൂടുതൽ കൂടുതൽ ചോദിച്ചു പോകുന്ന, അവനോട് ചേർത്തൊട്ടി നിൽക്കാൻ ആഗ്രഹിച്ചു പോകുന്ന അത്തരമൊരു പ്രേരകമായ മധുരഗീതമാണിത്. ഒരറബി ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്രേ, യാ റസൂലല്ലാഹ്, അഖരീബുൻ റബ്ബുനാ ഫനുനാജിയഹു അം ബഈദുൻ ഫനുനാദിയ?
അള്ളാഹു നമ്മുടെ സമീപസ്ഥനാണോ, ഞാൻ അവനോട് സ്വകാര്യം പറഞ്ഞാൽ മതിയോ, അതോ അവൻ വിദൂരത്താണോ, ഞാൻ അവനെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ടോ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. അപ്പോഴാണത്രേ ഈ ആയത്ത് അവതരിക്കുന്നത്. അള്ളാഹു എവിടെയാണെന്നും അവനോട് ഏത് നേരത്താണ് ദുആ ചെയ്യേണ്ടതെന്നും ഒക്കെയുള്ള മറ്റിതര അന്വേഷണങ്ങൾക്കും ഈ ആയത്ത് തന്നെയായിരുന്നു മറുപടിയായി നൽകപ്പെട്ടിരുന്നതും. ഒരു ഖുദ്സിയ ഹദീസിൽ നമുക്കിങ്ങനെ കാണാം, അന ഇന്നല്ലി അബ്ദീബി വ അന മാഹു ഇദാ ദഅൻ. എന്റെ അടിയാറുകൾ എപ്രകാരം എന്നെ വിഭാവന ചെയ്യുന്നുവോ അപ്രകാരം അവർക്ക് എന്നെ അനുഭവിക്കാം. അവർ വിളിക്കുമ്പോഴൊക്കെയും ഞാൻ അവരോടൊപ്പം ഉണ്ടാകും. മറ്റൊരിക്കൽ പറഞ്ഞത്, അന മഅ അബ്ദി ഇദാ ദക്കറനി വ തഹറകത് ബി ശഫതാ. എന്റെ ദാസൻ എന്നെ ഓർക്കുമ്പോഴും ഞാൻ അവന്റെ ചുണ്ടുകളിൽ മന്ത്രിക്കപ്പെടുമ്പോഴുമെല്ലാം ഞാൻ അവനോടൊപ്പം ഉണ്ടാകും. ഇന്നി മഅകുമാ അസ്മഉ വ അറ. എല്ലാം കണ്ടും കേട്ടും ഞാൻ മൂസയുടെയും ഹാറൂന്റെയും ഒപ്പം ഉണ്ടായിരുന്നു എന്ന് മറ്റൊരിടത്ത് പറയുന്നുണ്ട്. നോക്കൂ, ഇത് നൽകുന്ന ഊർജവും ആവേശവും എത്രമാത്രമായിരിക്കും. പടച്ചവൻ കൂടെയുണ്ട് എന്ന് പറയുന്നത് ഒരു അനുഭവവും അനുഭൂതിയുമാണ്. കലവറയില്ലാത്ത ധൈര്യത്തിന്റെ നിക്ഷേപമാണത്. ഒരു പ്രാർത്ഥനയും തിരസ്കരിക്കപ്പെടില്ലെന്നും ഒരാള് പോലും അവഗണിക്കപ്പെടില്ലെന്നുമുള്ളതിന്റെ ഉത്തമ ഉറപ്പാണത്. ഇമാം അഹ്മദ് നിവേദനം ചെയ്യുന്നുണ്ട്, ഇന്നല്ലാഹ തആല ലയസ്തഹി അൻ യബ്സുതൽ അബ്ദു ഇലൈഹി യദൈഹി യസ്അലുഹു ഫീഹിമാ ഖൈറൻ ഫയർദഹുമാ ഖായിബതൈൻ. അതായത് തനിക്ക് നേരെ പ്രത്യാശയോടെ നീട്ടിയ കരങ്ങളെ വെറും കൈയോടെ മടക്കി അയക്കുന്നത് പടച്ചവൻ ഏറെ ലജ്ജിക്കുന്ന കാര്യമാണ്. അഥവാ ഏതൊരു പ്രാർത്ഥനയും അർത്ഥപൂർണമായിരിക്കുമെന്നതാണ് ഇതിന്റെ സാരം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നത്, ലാ യസാലു യുസ്തജാബു ലിൽ അബ്ദ് മാ യദഉ ബി ഇസ്മിൻ ഔ ഖതിഅതി റഹ്മിൻ മാ യസ്തഅജിൽ. അപരാധമോ രക്തബന്ധ വിച്ഛേദനമോ ആവശ്യപ്പെടാതിരിക്കുകയും തിടുക്കം കാട്ടാതിരിക്കുകയും ചെയ്യുന്നിടത്തോളം ഏതൊരടിമയുടെയും പ്രാർത്ഥന സ്വീകരിക്കപ്പെടും. ഈ തിടുക്കം കാട്ടൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അപ്പോൾ ആരോ ചോദിച്ചത്രേ റസൂലിനോട്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അതിപ്രകാരം പ്രകടിപ്പിക്കലാണ്. ഖദ് ദഅഉത് വഖദ് ദഅഉത് ഫലം അറ യസ്തജീബു ലി ഫയസ്തഹസിറു ഇൻദ ദാലിക് വയദഉ ദുആ. അഥവാ ഞാൻ ഒരുപാട് ഏറെ പ്രാർത്ഥിച്ചിട്ടും സ്വീകരിക്കപ്പെടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ എന്ന് ആവലാതിപ്പെട്ടുകൊണ്ട് അപശനായി പ്രാർത്ഥന നിർത്തിക്കളയലാണ് ഈ ധൃതി കാണിക്കുക എന്ന് പറയുന്നത്. ഈ തരം നൈരാശ്യം നമുക്ക് അപകടങ്ങൾ ഉണ്ടാക്കും. കാരണം എല്ലാ പ്രാർത്ഥനകൾക്കും ഒരേ ഫലമായിരിക്കില്ല ഉണ്ടാവുക എന്ന് നമുക്ക് ആദ്യമേ ബോധ്യപ്പെടേണ്ടതുണ്ട്. അഅതാഉല്ലാഹു ബിഹാ ഇഹദാ സലാസി ഖസാലിൻ. മൂന്നാലൊരു രീതിയിലായിരിക്കും അള്ളാഹു ഈ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നത്. ഇമ്മ അൻ യുഅജ്ജില ലഹു ദഅവത. ഒരുപക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം നൽകിയേക്കും. വ ഇമ്മ അൻ യദ്ഖിറഹാ ലഹു ഫിൽ ആഖിറ. അല്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം മറ്റെന്തോ രൂപത്തിൽ പരലോകത്തേക്ക് മാറ്റിവെച്ചെന്നിരിക്കും. വ ഇമ്മ അൻ യസ്രിഫ അൻഹു മിനസ്സൂഇ മിസ്ലഹാ. അല്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമെന്നോണം അവന് വന്ന് ഭവിക്കേണ്ടുന്ന എന്തോ അപകടം അവൻ മാറ്റിമറിച്ചെന്നിരിക്കും. ഈ രീതിയിലായിരിക്കാം പ്രാർത്ഥനകൾ സഫലമാകുന്നത്. ഈ കാര്യം തിരിച്ചറിവ് ഉണ്ടാവുക എന്നത് സുപ്രധാനമാണ്. അപ്പോഴേ പ്രതീക്ഷയോടെയുള്ള അർത്ഥനകൾ നമ്മിൽ നിന്നുണ്ടാവുള്ളൂ. റസൂൽ പറയുന്നു, ഫസ്അലൂഹു വഅൻതും മൂഖിനൂന ബിൽ ഇജാബ. നിങ്ങൾ എപ്പോഴും അല്ലാഹുവോട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങേയറ്റത്തെ കോൺഫിഡൻസോടുകൂടി വേണം പ്രാർത്ഥിക്കാൻ. കിട്ടുമെന്ന് ഉറപ്പുണ്ടായിട്ട് വേണം പ്രാർത്ഥിക്കാൻ. ഫഇന്നഹു ലാ യസ്തജീബു ലിഅബ്ദിൻ ദആഹു അൻ ലഹരി ഖൽബിൻ ഗാഫിലിൻ. ശൂന്യമായ ഹൃദയത്തോടെ അശ്രദ്ധമായ സ്വഭാവത്തിൽ പ്രാർത്ഥിക്കുന്നവർക്കൊന്നും അള്ളാഹു മറുപടി കൊടുക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും ആ ചോദിക്കുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി ശ്രദ്ധയോടെ പ്രതീക്ഷയോടെയും പ്രത്യാശയോടെയും വേണം ചോദിക്കാൻ എന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ഇപ്രകാരം സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനകളിൽ നോമ്പുകാരന്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക പരിഗണനയാണുള്ളത്. ഇന്നലെ സ്വാഇമി ഇൻദ ഫിത്രിഹി ലദഅവതൻ മാ തുറദ്. ഒരിക്കലും തള്ളപ്പെടാത്തൊരു പ്രാർത്ഥന ഓരോ നോമ്പുകാരനുമുണ്ട്. അതുകൊണ്ടാണ് നോമ്പിനെ കുറിച്ച് പറയുന്നതിനിടയിൽ തന്നെ ഈ ഉണർത്തൽ കടന്നു വന്നിട്ടുള്ളത്. ഇനി നമുക്ക് 187 ആയത്തിലേക്ക് കടന്നാൽ നോമ്പിന്റെ പ്രായോഗികമായ നിയമങ്ങളും നിബന്ധനകളുമൊക്കെയാണ് ഇനി ഓർമ്മപ്പെടുത്താൻ പോകുന്നത്. അവകൾ ഇങ്ങനെ നമുക്ക് സംഗ്രഹിക്കാം. 1. പ്രഭാതം മുതൽ അസ്തമയം വരെ മാത്രമാണ് ഉപവാസം ഇരിക്കേണ്ടത്. 2. പ്രദോഷം മുതൽ പ്രഭാതം വരെ അന്നപാനീയങ്ങളാവാം നിങ്ങൾക്ക്. 3. ഈ സമയത്ത് ഭാര്യാഭർത്തൃ ലൈംഗികത പോലും നിങ്ങൾക്ക് അനുവദനീയമാണ്. 4. എന്നാൽ നിങ്ങൾ ഇഴ്തികാഫിന്റെ വേളയിലാണെങ്കിൽ ഭാര്യമാരെ സമീപിക്കുന്നത് നിഷിദ്ധമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തിൽ നിയമങ്ങളായി അവതരിപ്പിക്കുന്നത്. കദാലിക യുബയ്യിനുല്ലാഹു ആയാതി. ഇപ്രകാരമാണ് നാം ആയത്തുകൾ വ്യക്തമാക്കുന്നത് എന്നും പറഞ്ഞിട്ടാണ് ഈ ആയത്ത് അവസാനിക്കുന്നത്. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. നോമ്പിന്റെ നിർബന്ധത്തെ കുറിക്കുന്ന ആയത്ത് ഇറങ്ങിയിട്ട്
ഒരിടവേളയ്ക്ക് ശേഷമാണ് ഈ വിശദീകരണം വരുന്നത്. അഥവാ അടിസ്ഥാന വിധിയുമായി ഇറങ്ങിയ ആയത്തിന് ശേഷം ജനങ്ങൾക്കുണ്ടാകുന്ന ആശയക്കുഴപ്പമോ സംശയമോ ഒക്കെ ദൂരീകരിക്കാനുള്ള വിശദീകരണമാണ് ഇത് എന്നർത്ഥം. ഉഹില്ലലക്കും ലൈലത്ത സിയാമിർ റഫസു ഇലാ നിസായിക്കും. വ്രതത്തിന്റെ രാവിൽ ഭാര്യമാരുമായുള്ള ലൈംഗികത നിങ്ങൾക്ക് അനുവദനീയമാണ്. റഫസ് എന്നത് ഭാഷാപരമായി ഫ്ലേട്ടറിംഗ്, ശൃംഗാരം എന്നൊക്കെ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇത് കേട്ടാൽ നമുക്ക് തോന്നും ഈ ആയത്ത് ഇറങ്ങുന്നത് വരെ രാത്രികാലത്ത് ശൃംഗരിക്കുന്നത് ഹറാമായിരുന്നു എന്നാണ്. അല്ല, അങ്ങനെയല്ല സംഭവം. അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അവർക്ക് അതുവരെയും ലഭ്യമായിരുന്നില്ല. അതിനാൽ കൂടുതൽ സൂക്ഷ്മതയും ധർമ്മനിഷ്ഠയും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ചിലരൊക്കെ നോമ്പുകാലം മുഴുക്കെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സ്വയം തീരുമാനിക്കുകയായിരുന്നു. ജൂതന്മാരുടെ രീതിയും ഇപ്രകാരമാണെന്ന് നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. 25 മണിക്കൂറോളമാണ് അവരുടെ നോമ്പ്. അതുകൊണ്ട് അതിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കാം ചിലരെങ്കിലും ഇത്തരമൊരു തീരുമാനത്തിലേക്ക് സ്വയം നടന്നെത്തിയത്. എന്നാലോ ശാരീരിക പ്രലോഭനങ്ങൾക്ക് വഴങ്ങി ഇവരിൽ പലരും ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു രാത്രികളിൽ. കാരണം നിഷിദ്ധമാണെന്നോ അല്ലെന്നോ ഉറപ്പില്ലാത്ത ഒരു സംശയാസ്പദമായ കാര്യത്തിൽ സ്വയം ഒരു തീരുമാനമെടുത്തു, എന്നിട്ടത് പൂർത്തീകരിക്കാൻ കഴിയാതെ പോവുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥയാണ് അവർക്കുണ്ടായത്. അതിനെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ ആത്മവഞ്ചന ചെയ്തല്ലേ. അലിമല്ലാഹു അന്നക്കും കുന്തും തഖ്താനൂന അൻഫുസകും. പക്ഷെ സാരമില്ല, എങ്കിലും ഫതാബ അലൈക്കും വഅഫ അൻകും, നിങ്ങൾക്കവൻ പുറത്തു തരികയും വിട്ടുവീഴ്ച നൽകുകയും ചെയ്തിട്ടുണ്ട്. ഫൽആന ബാശിറൂഹുന്ന വബ്തഗൂ മാ കതബല്ലാഹു ലക്കും. അതുകൊണ്ട് അത്തരമൊരു ദുരഭിമാനമോ കുറ്റബോധമോ കൊണ്ടു നടക്കാതെ നിങ്ങൾ സ്വതന്ത്രരായി സ്വച്ഛരായി ഭാര്യമാരുമായി ബന്ധപ്പെട്ടോളൂ. എന്നല്ല, നിങ്ങൾക്ക് എന്തെല്ലാമാണോ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് അതൊക്കെയും ആസ്വദിച്ചോളൂ. ലൈംഗികതയിൽ സ്വാഭാവികമായും ലൈംഗിക സുഖവും അനുഭൂതിയും സന്താനലബ്ധിയുമാണ് നമുക്ക് കിട്ടാൻ പോകുന്ന പ്ലഷേഴ്സ്. അതെല്ലാം നിങ്ങൾ ആസ്വദിച്ചോളൂ, കാക്ഷിച്ചോളൂ, കൊതിച്ചോളൂ. ഓർത്തിരിക്കേണ്ടുന്ന കാര്യം, ഹുന്ന ലിബാസുല്ലക്കും വ അൻതും ലിബാസുല്ലഹുൻ. നിങ്ങൾ അവർക്കും അവർ നിങ്ങൾക്കും പുടവയാണ്. ഈ പുടവയും വസ്ത്രവും ഒക്കെ മറയാണ്, അലങ്കാരമാണ്, സുരക്ഷയുമാണ്. എന്തൊരർത്ഥവത്തായ സാഹിത്യശൈലിയും മനോഹരമായ ഉപമാലങ്കാരവുമാണിതെന്ന് നോക്കൂ. മനുഷ്യന്റെ സ്വകാര്യ ന്യൂനതകളെയും നഗ്നതയെയും ഒളിച്ചു വെക്കുന്നതാണല്ലോ മറ. മനുഷ്യൻ വിവസ്ത്രനാകുമ്പോൾ വിരൂപിയും മൃഗത്തെപ്പോലെ തരംതാഴ്ന്നു പോകുന്നവനുമായി തീരുന്നു. സമാനമായി ഭാര്യാഭർത്തൃബന്ധം പരസ്പരം മറയായി വർത്തിക്കാത്ത വിധം വഴിവിട്ട ദിക്കുകളിലേക്കും ബന്ധങ്ങളിലേക്കും പ്രയാണം ചെയ്യുമ്പോൾ ഇരുവരും അരാജകത്വത്തിന്റെ ഗർത്തത്തിൽ ആപതിക്കുകയും വിരൂപരും മൃഗസമാനരുമായി തീരുകയും ചെയ്യുന്നു. നാണവും ലജ്ജയും ഒക്കെ നിലനിർത്താൻ ഭാര്യാഭർത്താക്കന്മാർക്ക് പരസ്പരം ലഭിക്കുന്നത് പോലുള്ള ഒരു പിന്തുണ മറ്റൊരിടത്തു നിന്നും നമുക്ക് കിട്ടുകയില്ല. അതുപോലെ തന്നെ വസ്ത്രം അലങ്കാരം കൂടിയാണ്. വസ്ത്രം മനുഷ്യന് അലങ്കരിക്കാനും സൗന്ദര്യം പ്രകടിപ്പിക്കാനും മാന്യതയും സാംസ്കാരിക പ്രതാപവും കാണിക്കാനുമൊക്കെയുള്ള ഒരു മാധ്യമമാണ്. ഇതേ സംഗതിയാണ് വിവാഹത്തിലൂടെയും ഇരുവർക്കും ലഭ്യമാകുന്നത്. മൂന്നാമതായി, ഉഷ്ണം, ശൈത്യം മുതലായവയുടെ ദുരിതങ്ങളിൽ നിന്നും ശത്രുക്കളുടെയും ജന്തുക്കളുടെയും വിപത്തുകളിൽ നിന്നും മനുഷ്യന് സുരക്ഷിതത്വം നൽകുക കൂടിയാണ് വസ്ത്രങ്ങൾ ചെയ്യുന്നത്. സദാചാരപരമായി ഭാര്യാഭർത്താക്കന്മാർ അങ്കിയും പരിചയും പോലെയാണ്. പിശാചിന്റെ ആക്രമണങ്ങളിൽ നിന്നുൾപ്പെടെ സുരക്ഷ നൽകാൻ കരുത്തുള്ള ഷീൽഡുകളായി ഇരുവരും പരസ്പരം ചേർന്ന് നിൽക്കേണ്ടവരാണ്. ഈ തന്മയത്വത്തിന്റെയും സമഭാവനയുടെയും സഹവർത്തിത്വത്തിന്റെയും ഭാവങ്ങൾ കൈവിടാതെ നോമ്പിന്റെ രാപ്പകലുകൾ ആനന്ദമെടുക്കാനുള്ള ഒരു ആഹ്വാനമായി തന്നെ നമുക്ക് ഈ ആയത്തിനെ കാണാം. വകുലൂ വശ്റബൂ ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈതുൽ അബീദു മിനൽ ഖൈതിൽ അസ്വദി മിനൽ ഫജ്ർ. ഫജ്റിന്റെ അഥവാ പ്രഭാത പുലരിയുടെ വെളിച്ചം വീഴുന്നത് വരെയുള്ള നേരങ്ങളിൽ നിങ്ങൾക്ക് അന്നപാനീയങ്ങൾ ആകാവുന്നതാണ്. സംസർഗത്തിന്റെ കാര്യത്തിൽ എന്ന പോലെ ചിലർക്കുണ്ടായിരുന്ന ഒരു ആശങ്കയായിരുന്നു, റമളാൻ ആയി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണ കാര്യങ്ങളിൽ നിന്നും പാടെ വിട്ടു നിൽക്കേണ്ടതുണ്ട് എന്നൊരു തോന്നൽ. 25 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യഹൂദ വ്രതം തന്നെ ആവണം ഇവിടെയും ഇവർക്ക് പ്രേരണയായിട്ടുണ്ടാവുക. അതും കൂടി തിരുത്തിക്കൊണ്ടാണല്ലോ പറയുന്നത്, പ്രഭാതം വരെ നിങ്ങൾക്ക് എന്തും കഴിക്കാം, എന്തും ചെയ്യാം. എന്നാൽ സുമ്മ അതിമുസ്വിയാമ ഇലല്ലയിൽ, എന്നാൽ പകൽ നേരത്ത് നിങ്ങൾ നോമ്പ് പൂർത്തിയാക്കണം. പകൽ നേരം മാത്രം മതി നോമ്പ്. ബാക്കി നേരങ്ങളിൽ ഭക്ഷണം കഴിക്കണം എന്നല്ല, അത്താഴം ഉൾപ്പെടെയുള്ളത് നിർബന്ധമായി കഴിച്ചിരിക്കണം എന്ന് പോലും നമുക്ക് കാണാൻ കഴിയും. ഒരു വേള അത്താഴമില്ലാത്ത നോമ്പിനെ ശക്തമായി വിമർശിക്കുന്നതായിട്ടും നാം കാണുന്നുണ്ട്. മസാജിദ്. എന്നാൽ അതേസമയം നിങ്ങൾ പള്ളികളിൽ ഭജനമിരിക്കെ ലൈംഗിക വീഴ്ചയ്ക്ക് മുതിരരുത്. കാരണം എഴുത്തിക്കാഫ് എന്ന് പറയുന്നത് സ്വയം വിലക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഒക്കെ പറയുന്ന പേരാണ്. സർവ്വവ്യവഹാരങ്ങളിൽ നിന്നും വേറിട്ട് ഒരിടത്ത് ചടഞ്ഞിരുന്ന് ധ്യാന നിരതരാകുന്നതിനാണ്
സാങ്കേതികമായി എഴുത്തിക്കാഫ് എന്ന് പറയുന്നത്. തീർച്ചയായും ജീവിതത്തിൽ അത്തരം ചില മുഹൂർത്തങ്ങൾ കൂടി നമുക്ക് അനിവാര്യമാണ്. ഈ എഴുത്തിക്കാഫിന് റമദാനുമായും മസ്ജിദുമായും ഒക്കെ സവിശേഷമായ ബന്ധമുണ്ട്. റസൂലിന്റെ മാതൃക റമദാനിലെ അവസാന 10 ദിവസങ്ങൾ സമ്പൂർണമായും പള്ളികളിൽ തന്നെ ചെലവഴിക്കുക എന്നതാണ്. ഇതിനേറ്റവും അനിവാര്യമായി വേണ്ടത് സമ്പൂർണമായ ഏകാഗ്രതയാണ്. അതിന്റെ ഭാഗമായി മനസ്സിനെയും ശരീരത്തെയും എല്ലാത്തിൽ നിന്നും മോചിപ്പിച്ച് ദൈവാരാധനയ്ക്കായി സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം നിർദ്ദേശങ്ങൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. തിൽക ഹുദൂദുല്ലാഹി ഫലാ തഖ്റബൂഹ. ഇതൊക്കെയും അള്ളാഹുവിന്റെ നിയമപരിധികളാകുന്നു. അത് വയലേറ്റ് ചെയ്യരുത്. നിയമലംഘന സാധ്യതയോട് അപ്രോച്ച് ചെയ്യാൻ പോലും പാടില്ല. നിരോധിത മേഖലയ്ക്ക് ചുറ്റും മേയുന്നവർ ഒരു വേള അതിലേക്ക് ചെന്ന് വീഴാനിടയുണ്ട്. മനുഷ്യന് എല്ലായ്പ്പോഴും സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ടാണ് പ്രലോഭനീയമായ നിഷിദ്ധങ്ങളുടെ സമീപത്ത് വരെ ചെന്ന് നിന്നിട്ട് സ്വയം പരീക്ഷിച്ച് മനസ്സിനെയും ഇച്ഛാശക്തിയെയും അളന്നു നോക്കി അപകടത്തിൽ ചെന്ന് ചാടണ്ട എന്ന് പറയുന്നത്. ലഅല്ലക്കും തത്തക്കൂൻ. കാര്യങ്ങൾ ഇപ്രകാരം തിരിച്ചറിഞ്ഞാൽ സൂക്ഷ്മാലുക്കളായി ജീവിക്കാം നമുക്ക്. നോമ്പുമായി ബന്ധപ്പെട്ടും അതിനിടയിൽ അള്ളാഹുവുമായി ചേർന്ന് നിന്ന് അവനോട് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി പ്രാർത്ഥിച്ച് അവന്റെ അടുപ്പവും അവന്റെ സാമീപ്യവും അനുഭവിച്ച് ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.